നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന പപ്പായ അല്ലെങ്കിൽ കറുമത്തിയുടെ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കിയാലോ. കേൾക്കുമ്പോൾ ഒരു വിലയില്ലെങ്കിലും ഇവനാളൊരു ചില്ലറക്കാരനല്ല. കാർബോഹൈഡ്രേറ്റ്സിന്റെയും ഫൈബറിന്റെയും വൈറ്റമിൻ സിയുടെയും വൈറ്റമിൻ എയുടെയും വൈറ്റമിൻ B9ന്റെയും ഒരു കലവറ തന്നെയാണ് നമ്മുടെ കറുമത്തി. കൂടാതെ പപ്പായ കാരോട്ടിനോയിഡ്സിലും ആന്റി ഓക്സിഡന്റ്സിലും റിച്ച് ആണ്. പപ്പായ നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. കൂടാതെ ലിവർ ഡിസീസ്, പ്രീ ഡയബറ്റീസ്, ഹൈപ്പോതൈറോയിഡിസം ഇവയുടെയൊക്കെ സിംറ്റംസ് കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നു. പപ്പായക്ക് ആന്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ക്യാൻസർ വരാനുള്ള ചാൻസസിനെ കുറയ്ക്കുന്നു. മാത്രമല്ല പപ്പായ നമ്മുടെ സ്കിൻ ഹെൽത്തിന് വളരെയധികം ഉപകാരപ്രദമാണ്. പപ്പായ നമ്മുടെ ബോഡിക്ക് വളരെ നല്ലൊരു ഡൈജസ്റ്റീവ് എയ്ഡ് ആണ്. നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നു. പപ്പായ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പപ്പായ വെയിറ്റ് മാനേജ്മെന്റിനും സഹായിക്കുന്നു. ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലായല്ലോ കറുമത്തി ആളൊരു വിരുദ്ധനാണെന്ന്. വൃക്കരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ആർക്കെങ്കിലും വൃക്കരോഗമുണ്ടോ? എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ വൃക്കരോഗികൾക്കായി അവരെന്തൊക്കെ ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഡയറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. സോ ഇതുപോലത്തെ ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻസിനായി സ്റ്റേ ട്യൂൺഡ് വിത്ത് us.